എം.വി. ഗോവിന്ദന്റെ ഭാര്യയെ മത്സരിപ്പിച്ചത് തെറ്റായിപ്പോയെന്ന് മുതിർന്ന CPM നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി. P.K. ശ്യാമള നിൽക്കുന്നത് ശരിയല്ലെന്ന അഭിപ്രായം വന്നപ്പോൾ തന്നെ ഒഴിവാക്കണമായിരുന്നു. ഈ കാര്യത്തിൽ എല്ലാം പാർട്ടിക്ക് തെറ്റുപറ്റി. രക്തസാക്ഷി ഫണ്ട് തിരിമറി ആരോപണം ഉയർന്നയാളെ മത്സരിപ്പിച്ചതും തെറ്റാണെന്ന് പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞു. ജി സുധാകരനെയും പാലോളി വിമർശിച്ചു. സ്ഥാനാർത്ഥിത്വ പ്രശ്നത്തെ സംബന്ധിച്ച് പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്യുമ്പോൾ മാഷ ഭാര്യ നിൽക്കുന്നത് ശരിയല്ല എന്ന് പാർട്ടിയുടെ അഭിപ്രായം വന്നു. ആ ഘട്ടത്തിൽ അത് ഒഴിവാക്കേണ്ടതായിരുന്നു, വേറൊരാളെ വെക്കേണ്ടതായിരുന്നു. ഇതുപോലെ തന്നെ പയ്യന്നൂരിൽ ഒരു രക്തസാക്ഷിക്ക് വേണ്ടിയിട്ട് പിരിച്ചിട്ടുള്ള ഫണ്ട് അതിൽ കൃത്രിമം കാണിച്ചു എന്നുള്ളതാണ് ഇയാളുടെ പരാതി. അങ്ങനെ ഒരു ആരോപണം വന്ന സ്ഥിതിക്ക് അയാൾ തൽക്കാലം സ്ഥാനാർത്ഥിത്വത്തിന് മാറ്റി നിർത്തേണ്ടതായി. ഇത് രണ്ടും അവിടുത്തെ പാർട്ടി കമ്മിറ്റിക്ക് പറ്റിയിട്ടുള്ള പെശകാണ്, ചെയ്യാൻ പാടില്ലാത്തതായി. വ്യക്തമാണ്. പാർട്ടിക്ക് തെറ്റുപറ്റി എന്ന് തന്നെയാണ് മുതിർന്ന CPM നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞത്. വിവരങ്ങളുമായി പാലക്കാട് നിന്നും അരുൺ ആലത്തൂർ ചേർന്നു. അരുൺ, എം.വി. ഗോവിന്ദന്റെ ഭാര്യയെ മത്സരിപ്പിച്ചത് തെറ്റായി പോയെന്ന് തന്നെയാണ് ഇപ്പോൾ പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജി സുധാകരനും വിമർശനം ഉന്നയിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? അരുൺ. മുതിർന്ന CPM നേതാവായ പാലോളി മുഹമ്മദ് കുട്ടിയാണ് ഇപ്പോൾ ഈ CPM-ന് തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച പിഴവുകളെ ചൂണ്ടിക്കാട്ടിയും മറ്റും രംഗത്തെത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ എം.വി. ഗോവിന്ദന്റെ ഭാര്യയെ മത്സരിപ്പിച്ചത് ശരിയായില്ല എന്നുള്ളതാണ് പാലോളി മുഹമ്മദ് കുട്ടി പറയുന്നത്. ഈ ശ്യാമളയെ മത്സരിപ്പിക്കരുത് എന്നുള്ളൊരു ആവശ്യം പാർട്ടി കമ്മിറ്റിയിൽ ഉയർന്നപ്പോൾ തന്നെ അത് ഗൗരവമായിട്ട് പരിഗണിക്കണമായിരുന്നു. പക്ഷെ അത് പരിഗണിക്കാത്തത് വലിയ തെറ്റായിപ്പോയി എന്നുള്ളതാണ്. മാത്രമല്ല, ഈ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്ന ആളെ മത്സരിപ്പിച്ചതും തെറ്റായിപ്പോയി എന്ന് പാലോളി മുഹമ്മദ് കുട്ടി പറയുന്നുണ്ട്. ഒപ്പം ഈ വിമതരായി മത്സരിച്ച T.K. ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും പരനാറികളാണ് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. പാർട്ടിയിൽ തിരുത്തൽ ശക്തികളാകാതെ UDF പിന്തുണയോടെ മത്സരിച്ച MLA-മാരായി എന്നുള്ളത് അത് ശരിയായ നടപടിയല്ല. അതുപോലെ തന്നെ ജി സുധാകരൻ ഒരു ധിക്കാരിയാണ് എന്നുള്ളതാണ് ഇദ്ദേഹം വിമർശനമായിട്ട് ഉന്നയിക്കുന്നത്. സുധാകരൻ തന്നേക്കാൾ 4 ഇരട്ടി പ്രായമുള്ള സഖാക്കളോട് പെരുമാറുന്നത് കണ്ട് താൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് എന്നും പാലോളി മുഹമ്മദ് കുട്ടി പറയുന്നുണ്ട്. ഏതായാലും നമുക്കറിയാം, തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഈ CPM-നകത്ത് വലിയ രീതിയിലുള്ള വിമർശനങ്ങളും മറ്റും ഒക്കെ ഉണ്ടായതാണ്. ഇപ്പോഴും അത് പ്രധാനപ്പെട്ട നേതാക്കളുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ പാലോളി മുഹമ്മദ് കുട്ടിയുടെ ഈ പ്രതികരണത്തിലൂടെ കൂടി വ്യക്തമാവുന്നത്. വ്യക്തമാണ്. എം.വി. ഗോവിന്ദന്റെ ഭാര്യയെ മത്സരിപ്പിച്ചത് തെറ്റായി പോയെന്നാണ് മുതിർന്ന CPM നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി ഇപ്പോൾ വിമർശിച്ചിരിക്കുന്നത്. പാലക്കാട് നിന്നും അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ പങ്കുവച്ചത്.